പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നേഷൻ ഫെസ്റ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ എസ് നന്ദഗോപൻ. ഇന്ന് ഞായറാഴ്ചയാണ്, പക്ഷേ വളരെ വാർത്താ പ്രാധാന്യമുള്ള ഒരു ദിവസം കൂടിയാണിന്ന്. തമിഴ്നാട്ടിൽ നടൻ വിജയ് ജോസഫ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. രാവിലെ 11 മണിക്കാണ് ചടങ്ങുകൾ. ഇന്നലെ വളരെ സങ്കീർണമായൊരു ദിവസമായിരുന്നു TVKയെ സംബന്ധിച്ചിടത്തോളം. ഭൂരിപക്ഷം തെളിയിക്കുവാൻ വേണ്ടി നടൻ വിജയ് വല്ലാതെ പാടുപെടുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ കോറം തികഞ്ഞിരിക്കുകയാണ്. TVKയുടെ 108, അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ 5 പേർ, CPIയുടെ 2 പേർ, CPMന്റെ 2 പേർ, അതേപോലെ തന്നെ VCKയുടെ 2 പേർ, ലീഗിൻ്റെ 2 പേർ, അങ്ങനെ ആകെ 121 പേർ എന്നുള്ള ഒരു സംഖ്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. കേവല ഭൂരിപക്ഷത്തിന് 118 പേർ മാത്രം മതി. പക്ഷേ 121 പേർ ഇപ്പോൾ വിജയുടെ TVKയെ പിന്തുണച്ചിരിക്കുകയാണ്. രാവിലെ 11 മണിക്ക് ഇന്നിപ്പോൾ നടൻ വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യമാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഡൽഹി കേന്ദ്രീകരിച്ചും കേരളത്തിലുമൊക്കെയായി തന്നെ ചർച്ച നടന്നു. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നു. മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നു. 3 പ്രധാനപ്പെട്ട നേതാക്കളും KPCC പ്രസിഡന്റും ഇന്നലെ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിലുണ്ടായിരുന്നു. KC വേണുഗോപാൽ, അതേപോലെ തന്നെ രമേശ് ചെന്നിത്തല, VD സതീശൻ, 3 നേതാക്കളെയും ആദ്യം ഒരുമിച്ചിരുത്തി ചർച്ച ചെയ്തു. അതിലും പരിഹാരമുണ്ടായില്ല. പിന്നീട് നേതാക്കന്മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മല്ലികാർജ്ജുന ഖാർഗെയും രാഹുലും ചേർന്ന് കണ്ടു. എന്നിട്ടും ഈ ഒരു വിഷയത്തിൽ പരിഹാരമുണ്ടായില്ല. ശേഷം നേതാക്കൾ മാധ്യമങ്ങളെ കാണാനെത്തിയപ്പോൾ അതൊരു പ്രഖ്യാപനമാകുമെന്ന് കരുതിയിരുന്നു. എന്നാൽ ആ പ്രഖ്യാപനം ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറിച്ച് ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ദീപാദാസ് മുൻഷി പ്രഖ്യാപിക്കുകയായിരുന്നു. അതേസമയം തന്നെ ഇന്നലെ നേതാക്കൾ പറഞ്ഞത്, നാട്ടിൽ തങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് അണികൾ പോര് നടത്തരുത്, പ്രകടനങ്ങൾ നടത്തരുത്, അതേപോലെ തന്നെ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിരിക്കുന്ന മുഴുവൻ ഫ്ലെക്സ് ബോർഡുകളും ഇന്നലെ രാത്രി തന്നെ നീക്കണമെന്നുള്ളതായിരുന്നു നേതാക്കളുടെ അഭ്യർത്ഥന. ഏതായാലും അത് എത്രമാത്രം പ്രാബല്യത്തിൽ കൊണ്ടുവന്നു, അല്ലെങ്കിൽ എത്രമാത്രം അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഈ പ്രഖ്യാപനം വൈകുന്നോറും നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും കൂടുതലായി നടക്കുന്നു. മാത്രമല്ല, ഇന്നും ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ്, അനൗദ്യോഗികമായ ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഓരോ നേതാക്കന്മാരും തങ്ങളുടെ അവകാശവാദങ്ങൾ വീണ്ടും നേതൃത്വത്തിന് മുന്നിലേക്ക് വെക്കുകയാണ്. ആ അവകാശവാദങ്ങൾക്ക് പിന്നിലേക്ക്, അല്ലെങ്കിൽ അവകാശവാദങ്ങൾക്ക് എത്രമാത്രം കേന്ദ്ര നേതൃത്വം പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് ഏറെ നിർണായകമാണ്. ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ വൈകുന്നേരം ചില പാകിസ്ഥാൻ മൊഡ്യൂളുകളുടെ ചില സന്ദേശങ്ങളും മറ്റും ഇൻ്റലിജൻസ് ബ്യൂറോയ്ക്ക് ലഭിച്ചിരുന്നു. അതായത് നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ 1ാം വാർഷികം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ 1ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് ചില ഭീകരവാദ സംഘടനകൾ ഡൽഹിയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ സ്ഫോടനം നടത്തുമെന്നുള്ളതാണ് ഇൻ്റലിജൻസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ച സൂചനകൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ ഉടനീളം ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വിജയ് ചൗക്കിലാണ്. എനിക്ക് പിന്നിൽ കാണുന്നത് സൗത്ത് നോർത്ത് ബ്ലോക്കുകളാണ്. ഈ സൗത്ത് നോർത്ത് ബ്ലോക്കുകൾക്കടക്കം സുരക്ഷ അതീവ കർശനമാക്കിയിരിക്കുകയാണ്. മന്ത്രിമന്ദിരങ്ങൾ, അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകൾ, പാർലമെൻറ്റ് മന്ദിരം അടക്കം വളരെ ഒരു ജാഗ്രതയിലാണിപ്പോൾ ഡൽഹി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരം ഭീകരവാദ ഭീഷണികളെ നേരിടാൻ നമ്മുടെ സൈന്യവും മറ്റ് അർദ്ധസൈനിക വിഭാഗങ്ങളും ഒക്കെ തന്നെ തയ്യാറാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ പശ്ചിമ ബംഗാളിൽ ഇന്നലെ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. ഇന്ന് ആ മന്ത്രിസഭയിൽ കൂടുതൽ മന്ത്രിമാരെത്തുമോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് അറിയാൻ സാധിക്കും. ഉത്തർപ്രദേശ് മന്ത്രിസഭയുടെ പുനഃസംഘടനയ്ക്ക് ഇന്ന് സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. 6 പുതിയ മന്ത്രിമാർ കൂടി മന്ത്രിസഭയുടെ ഭാഗമാകുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ജാതി സമവാക്യങ്ങൾ, ഒപ്പം തന്നെ പ്രാദേശിക സമവാക്യങ്ങളൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇന്ന് ഈ മന്ത്രിസഭയുടെ ഒരു പുനഃസംഘടന എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഇതുകൂടാതെ ധാരാളം പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. ഒപ്പം തന്നെ ഡൽഹിയിലെ വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ് ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം. ഗുരുവായൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് അതേ ഒരു ആംബിയൻസിൽ ആ ക്ഷേത്രം ഡൽഹിയിൽ ഏതാണ്ട് ഗുരുവായൂരിൻ്റെ ഒരു പകർപ്പ് എന്ന നിലയിലാണ് ഈ ഡൽഹിയിലെ മയൂർ വിഹാറിലുള്ള ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. വലിയ ഭക്തജന തിരക്ക് ആ ക്ഷേത്രത്തിലുണ്ട്. ആ ക്ഷേത്രത്തിൽ ഉത്സവം കൊടിയേറുകയാണ്. ഇന്നു മുതൽ ആ ഉത്സവം ആരംഭിക്കുകയാണ്. അങ്ങനെ ഡൽഹി മലയാളികൾക്ക് ഗുരുവായൂരും അതേപോലെ തന്നെ നാട്ടിലെ മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ പോകാൻ സാധിക്കാത്ത മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ അവിടെ ഉത്സവം തുടങ്ങുന്നു. അവിടെ ദർശനത്തിനായി രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ രാജ്യതലസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് നടക്കുന്നു. അങ്ങനെ രാജ്യത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളും
മാധ്യമങ്ങളുടെയും സ്പന്ദനം കൃത്യമായി ജനം ടി വിയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്.